എഫ് വന്ന് മെസ്സേജ് താൻ ആരോടോ താൻ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളൂ തനിക്ക് മോഹൻലാൽ എന്ന വ്യക്തിയെക്കുറിച്ച് പറയാൻ എന്താ അധികാരം എന്നൊക്കെ ചോദിച്ചു. റെമ്യൂണറേഷൻ എത്ര വേണമെങ്കിലും വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. മോശമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാധ്യതയാണ്. ഇല്ല, കാരണം ഇല്ലെങ്കിൽ പിന്നെ ഒരു മോഹൻലാൽ ഫാൻ എന്ന് ഞാൻ പറയുന്ന അർത്ഥമില്ല. നല്ല കാര്യം പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടാവും. ഹലോ, നമസ്കാരം വ്യൂവേഴ്സ്, ഞാൻ ജൂഡ് ആന്റണി ജോസഫ്, ഓം ശാന്തി ഓശാനയുടെ സംവിധായകനാണ്. ശരിക്കും പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയോട് വരണം എന്നുള്ള ആഗ്രഹം തോന്നാൻ എനിക്ക് തോന്നുന്നു എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള ഒരു ആഗ്രഹം പോലെ ആയിരിക്കും. ആദ്യം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് മോഹമായിരുന്നു എല്ലാവരും. ഈ പറഞ്ഞ 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സിനിമയിൽ അഭിനയിക്കണം, ഒരു നടനാവണമെന്നൊക്കെ തോന്നി. ദിലീപേട്ടൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു 7-8 കിലോമീറ്റർ അപ്പുറം. പുള്ളി ഓൾറെഡി ഇങ്ങനെ സിനിമയിൽ കയറി വരുന്ന സമയം പുള്ളിക്ക് ആവെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ആകൂടാ. അങ്ങനെ അറിഞ്ഞ പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് കയറിയത് ആദ്യം, എന്നിട്ടാണ് പുള്ളി നടനായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറി പുള്ളി പോയ വഴി തന്നെ പോയാൽ ചിലപ്പോൾ എളുപ്പത്തിന് കയറാം. മാത്രമല്ല സംവിധായകനാണ് സിനിമയുടെ എല്ലാം എന്ന് പറഞ്ഞപ്പോൾ സംവിധായകനാണെങ്കിൽ പിന്നെ നമുക്ക് തന്നെ കയറി ഒരു പടത്തിൽ ചെയ്യാലോ. അങ്ങനെയായിരുന്നു ആദ്യം. എന്തുകൊണ്ടൊരു സംവിധായകനാവണമെന്നുള്ള ചോദ്യം അതായിരുന്നു, എൻ്റെ ഉള്ളിൽ വന്ന ഉത്തരം അതായിരുന്നു. കാരണം എളുപ്പത്തിന് സിനിമയിൽ അഭിനയിക്കാൻ എളുപ്പവഴിയാണ് സംവിധായകൻ എന്നുള്ള 10ാം ക്ലാസ്സിൽ എൻ്റെ മന്ദബുദ്ധിത്തരത് തോന്നിയതാണത്. പിന്നെയാണ് ഫിലിം മേക്കിംഗ് എന്താണെന്ന് അറിഞ്ഞത്. ഇങ്ങനെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് കുറേ സിനിമകൾ കാണുമ്പോൾ അതിലെഴുതി കാണിക്കും അപ്പുറത്തെ സംവിധാനം ആരാണ്. അപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞു തുടങ്ങിയത്. ഇതിൻ്റെ പുറകിൽ ഒരു ആളുണ്ട്, അയാളുടെ കയ്യിലാണ് സിനിമ മൊത്തം ഇരിക്കുന്നത്. പിന്നെ പഠിച്ചിരുന്ന കാലത്ത് ഒരു നാടകം ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ നായകനായി, ഒരു സംവിധായകൻ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് കൊള്ളാം, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാവുന്നൊരു ഏരിയ ആണെന്ന് തോന്നി. പിന്നെ ഒരു ഓട്ടമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഒരു സിനിമ ചെയ്തു, അത് വിജയമായി. ഓം ശാന്തി ഓശാനയുടെ സിനിമ ചെയ്യാനുള്ള ഒരു റിസ്ക് എടുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം സിനിമ ചെയ്യാനും കിട്ടുന്ന ഒരു അവസരം പോലും കിട്ടുന്ന ഏറ്റവും ഒരു കുഞ്ഞവസരമായാലും അത് നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു ആളാണ് ഞാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറി കേട്ടപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ടാണ് അത് ചെയ്തത്. അല്ലാതെ അതൊരു വലിയ റിസ്ക് ആണെന്നുള്ള ബോധ്യമൊന്നും എനിക്കില്ലായിരുന്നു. ഒരു കൊള്ളാവുന്ന സിനിമയാണെങ്കിൽ അത് ഓടും. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ഫിലിം ചെയ്യണം എന്ന ഒരാഗ്രഹമായിട്ട് നടക്കുമായിരുന്നു. അപ്പം അങ്ങനെ കിട്ടിയ ഒരു അവസരമാണ് ഈ ഓം ശാന്തി ഓശാന സിനിമ. അപ്പം അത് ഏറ്റവും മനോഹരമാക്കി ചെയ്യണം എന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ അതത്ര വലിയ റിസ്ക് ആയിട്ട് തോന്നില്ല. കാരണം അതിനകത്ത് ഇനി ശ്രീനിവാസിൻ്റെ ഒരു ക്യാരക്ടറും എൻ ജി പണിക്കർ സാറിൻ്റെ ക്യാരക്ടറും ലാലൂസിൻ്റെ ക്യാരക്ടറും ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഇതിനു വേണ്ടി, ഒരു ഫിലിമിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത കുറേ ആദ്യം പറഞ്ഞ കഥയിൽ ഈ നായികയെ ബേസ് ചെയ്തിട്ടായിരുന്നു മൊത്തം പോയിക്കൊണ്ടിരുന്ന സിനിമ. അപ്പോൾ അതിലേക്ക് മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ വന്നാലേ ആളുകൾ ഇത് കാണാൻ വരികയുള്ളൂ എന്നുള്ള ബോധ്യം കൊണ്ട് തന്നെയാണ് അങ്ങനെ കുറച്ച്. അപ്പോൾ അതൊരു വലിയ റിസ്ക് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഏറ്റവും വേണ്ട ആദ്യത്തെ കാര്യം ഒരു സിനിമയ്ക്ക്. അപ്പോൾ അത് സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. അസിസ്റ്റന്റ് ഡയറക്ടർ ആവുക എന്നുള്ള പണി തന്നെ കുറച്ചാലും മുമ്പ് വരെ, ഒരു 5-6 കൊല്ലം മുമ്പ് വരെ പോലും അതൊരു പണിയായിട്ടൊന്നും ആരും കണ്ടിട്ടുണ്ടായില്ല. കാരണം സിനിമ ഇൻഡസ്ട്രിയിലോട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകുന്ന 1000 അല്ലെങ്കിൽ ഒരു 2000 പേരിൽ 10 പേരൊക്കെയാണ് ഒരു ഫിലിം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആർക്കും വലിയ വിലയില്ലാത്തൊരു ജോലിയായിരുന്നു AD എന്ന് പറഞ്ഞത്. ആൺകുട്ടികൾ പോലും പെട്ടെന്നൊന്നും സാധ്യതയില്ല. കാരണം ഒരു പടം കഴിഞ്ഞ് കുറച്ചാൾ വെറുതെ ഇരിക്കേണ്ട ഒരു കാശുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലേക്ക് അതുകൊണ്ടായിരിക്കും സ്ത്രീകൾ കുറച്ചു കാലം മുമ്പ് വരെ ഇല്ലായിരുന്നത്. അപ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ ഈ പറഞ്ഞ സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരിപ്പോൾ ഒരു പടം ചെയ്ത് തുടങ്ങിയത്. കാരണം ഇപ്പോൾ AD ആയിട്ട് വർക്ക് ചെയ്യുന്നവരിൽ സ്ത്രീകളിൽ കുറേ പേരെങ്കിലും നന്നായിട്ട് പടം ചെയ്യാൻ കഴിവുള്ളവർ അവരെന്തെങ്കിലും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഓരോ കാലം മാറി വരുന്നതേ ഉള്ളൂ. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ അതുപോലെ തന്നെ ഒരുപാട് ലേഡി ഡയറക്ടേഴ്സ് ഒരു 3 വർഷത്തിനുള്ളിലൊക്കെ ഒരു 5-6 പേരെങ്കിലും ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ലാലിസം എന്നുള്ളൊരു ഷോ ഞാൻ കണ്ടാണ്. രാത്രി ഞാൻ കണ്ട, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഷോ. കാരണം അത് ഭയങ്കര ബോറായിപ്പോയി. ഒരിക്കലും ഒരു അത്രയും ഹൈ ലെവൽ നടത്തുന്ന ഒരു പരിപാടിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബാൻഡേ അല്ലായിരുന്നു. കാരണം അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ബാൻഡുമാണ്. അവർക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇത്രയും രൂപ പ്രതിഫലം കൊടുത്ത് അവരെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. മാത്രം ആ ഷോ അവർ ചെയ്തു എന്ന് അതൊരു കൊള്ളാവുന്നൊരു ഷോ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് പറയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ ഷോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ഒരു ഫാനാണ്, മോഹൻലാൽ ഫാനാണ്. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് വളർന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് മിണ്ടണ്ടെന്ന് വിചാരിച്ചു. അന്ന് രാത്രി തന്നെ എൻ്റെ കൈ ഇങ്ങനെ വന്നതാണ്, ഫേസ്ബുക്കിൽ ഇട്ടാലോ മോശമായി പോയെന്ന്. പിന്നെ വേണ്ട, ഇനിയിപ്പോൾ ഞാനും പുള്ളിയുടെ ഫാനായിട്ട് ഇനി പുള്ളിക്കെതിരെ തിരിഞ്ഞ് അത് വേണ്ടെന്ന് വെച്ച് നിർത്തിയതാണ്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ കൂട്ടുകാരും എനിക്കറിയാവുന്ന എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ്, മോശമായി പോയി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഇരുന്ന് പൊട്ടിത്തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കരുതി എന്തായാലും ആവട്ടെ, ഇനി വരുന്നിടത്താണെന്നാണ് ഞാനത് ഇട്ടു. ലാലിസം മോശമായിപ്പോയി. അത് ഇപ്പോഴും ഞാൻ പറയുകയാണല്ലോ, ലാലിസം മോശമായിപ്പോയി, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ അതിന് പുറകെ വന്നിട്ട് മോഹൻലാൽ ഫാൻസിൽ തന്നെ, അത് ഞാനൊരു മോഹൻലാൽ ഫാനാണെന്ന് പോലും
താൻ മമ്മൂട്ടിയുടെ ആളല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മമ്മൂക്കയുടെ ആത്മഹത്യ ചെയ്യുന്നത് ഞാനാണ്, അത് ശരിയാണ്. പക്ഷെ എന്ന് കരുതി മോഹൻലാലിനെ കുറിച്ച് മോശം പറയേണ്ട ആവശ്യം ഒരു മമ്മൂട്ടി ഫാൻ ചെയ്യില്ല അത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് പേര് എന്നെ ഒന്ന് മെസ്സേജ് ചെയ്ത് FB വന്ന് മെസ്സേജ് ചെയ്തു, താൻ ആരോടോ, താൻ ഒരു സിനിമയിൽ ചെയ്തിട്ടുള്ളൂ, തനിക്ക് മോഹൻലാൽ എന്ന വ്യക്തിയെക്കുറിച്ച് പറയാൻ എന്താ അധികാരം എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പറയുന്നതൊക്കെ മനസ്സിലാക്കാം, കാരണം അതൊക്കെ അവരുടെ വികാരമാണ്. അവരൊക്കെ ഈ മോഹൻലാൽ ഫാൻസാണ്, അവർക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ വന്ന് പച്ചത്തെറി പറയുന്ന കുറേ പേരുണ്ടായിരുന്നു, ഒരു കാരണമില്ല, അതൊന്നും പറയാതെ വെറുതെ കുറേ തെറി മാത്രം. അങ്ങനെയുള്ളവരൊക്കെ ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേർക്ക് അവരെ എന്നെ വിളിച്ച അതേ ലെവലിൽ തന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയും വേറെ കുറച്ച് പേരുടെ അവരെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ എടുത്ത് സൈബർ സെൽ അയച്ചു കൊടുക്കുകയും വേറെ ചിലരെ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ അവരെങ്ങനെ എന്നോട് പെരുമാറി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ അത് മോശമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാധ്യതയാണ്. ഇല്ല, കാരണം ഇല്ലെങ്കിൽ പിന്നെ ഒരു മോഹൻലാൽ ഫാൻ എന്ന് ഞാൻ പറയുന്ന അർത്ഥമില്ല. മോഹൻലാൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ലാലേട്ടാ നിങ്ങൾ സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡന ആരാധനാവൻ എനിക്കിഷ്ടമല്ല. പുള്ളി ചെയ്യുന്ന മോശം കാര്യങ്ങൾ പറയാനും എനിക്കുള്ള ധൈര്യം വേണം. അത് എല്ലാവരും അത് കാണിക്കണം. നമ്മുടെ എത്ര പ്രിയപ്പെട്ട ആളായാലും അയാൾ ചെയ്യുന്ന കാര്യം മോശമാണെന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ലെങ്കിൽ അയാൾ മോശക്കാരനായി പോകത്തേ ഉള്ളൂ. അഞ്ജു ചേച്ചിയെ കുറിച്ച് എനിക്ക് പറയാനുള്ള, ഞാൻ പുള്ളിക്കാരത്തിൻ്റെ വലിയ ഫാനായിരുന്നു. പുള്ളിക്കാരത്തി എൻ്റെ ആക്ടിങ്ങിൻ്റെ പീക്ക് ടൈമിൽ നല്ല ഒരു ഫാനായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 പടങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, ചേച്ചി ഇൻ്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയമെടുത്ത് നല്ല വേഷങ്ങൾ മാത്രം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം നമ്മുടെ മലയാളികളുടെയൊക്കെ മനസ്സിലുള്ളൊരു വാല്യൂ ഉള്ളൊരു ആക്ട്രസ്സാണ് മഞ്ജു ചേച്ചി. റെമ്യൂണറേഷൻ എത്ര വേണമെങ്കിലും വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷേ ആക്ടിങ് കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ല, എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇങ്ങനെ ഒരു സിനിമ കൊണ്ട് ഭയങ്കര ഫെയിം വന്നൊന്നും, അല്ലെങ്കിൽ മീഡിയ ഈ പറഞ്ഞ പോലെ അതെനിക്ക് തോന്നുന്നത് സിനിമ ഫീൽഡായിട്ടുള്ള അതിൻ്റെ പേരിലല്ല. മീഡിയയിൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഹർത്താലിനെതിരെ ഒരു പോസ്റ്റ് ഇടുന്ന ഉടനെ പത്രത്തിൽ നിന്ന് വിളിച്ചു ചോദിക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ ഹർത്താലിനെതിരാണ് അപ്പം എനിക്ക് തോന്നുന്നു അത് ഓം ശാന്തി വെച്ചിട്ടുള്ള വിജയം കൊണ്ട് ഉണ്ടായ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾക്കൊരു ചെറിയൊരു വാല്യൂ കിട്ടുന്നുണ്ട്. FBയിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, നീ മറ്റേ ഫിലിം ഡയറക്ടർ ആയതിനു ശേഷം മൊത്തം സാമൂഹിക പ്രവർത്തനമാണല്ലോ. ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇപ്പം ഞാനിടുന്ന ഒരു നല്ല കാര്യം പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടാവും. പണ്ട് എൻ്റെ സുഹൃത്തുക്കൾ മാത്രം ഞാൻ പറഞ്ഞ കാര്യം ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറച്ചധികം പേരിലേക്ക് എത്തുന്നല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നില്ല. അങ്ങനെ ഫെയിം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഒറ്റപ്പടം കൊണ്ടൊന്നും ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ല ഈ മുൻനിരയിലെത്താന്ന് പറയുന്നത്. മുൻനിര എന്ന് പറഞ്ഞാൽ നിര പോലും ഇല്ല. കാരണം അതൊക്കെ ഓരോ കാലത്ത് മാറി വരുന്നതാണ്. ഇപ്പോൾ ഒരു 3 സിനിമ ഓടുകയാണെങ്കിൽ അയാൾ ഉടനെ മുൻനിരയാവും. അയാളുടെ ഒരു 3 സിനിമ പൊട്ടുകയാണെങ്കിൽ അയാൾ ഏറ്റവും ബാക്കിലാവും. അത്രേ ഉള്ളൂ. അതല്ലാതെ സ്ഥിരമായിട്ടൊരു മുൻനിരയിലൊന്നും ആരും ഇത്ര കാലം നിന്നിട്ടില്ല. അങ്ങനെ നിൽക്കാനും പറ്റില്ല. കാരണം സിനിമ വിജയിക്കുന്നവരുടെ കൂടെ മാത്രമേ എല്ലാവരും നിൽക്കുള്ളൂ. അല്ല ആദ്യത്തെ സിനിമ ഓടിയവനാണ്, അതുകൊണ്ട് അവൻ്റെ ഇനി വരുന്ന സിനിമകൾ ഓടിക്കാമെന്നൊന്നും പ്രേക്ഷകർ വിചാരിക്കില്ല. എൻ്റെ അടുത്ത സിനിമ മോശമാണെങ്കിൽ ഈ പറഞ്ഞൊന്നും ഉണ്ടാവില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് സിനിമ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യണമെന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതല്ലാതെ അതൊരു ഫെയിമിന് വേണ്ടി യൂസ് ചെയ്യാൻ അങ്ങനെ ഒരു ആഗ്രഹമോ പ്ലാനോ ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. നമ്മുടെ സിനിമ അങ്ങനെ ഒരു 3 ആഴ്ച മറ്റുള്ളപ്പോൾ TV സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതൊരു സീനിൽ ഇങ്ങനെ മദ്യപിക്കുന്ന സീനിന് താഴെ നിങ്ങൾ ആരും പുകവലിക്കരുത് മദ്യപിക്കുന്നത് അങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി അവരത് ഒരു പ്രാവശ്യം കാണിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഈ സീനിൽ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയങ്കര നമുക്ക് കാണുമ്പോൾ ഒരു ഇതല്ലേ. അപ്പം ഇവർക്കിട്ടൊരു കൊട്ട് കൊടുക്കണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തൊരു സീനാണത്. അല്ലാതെ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആയിരുന്നു അത്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല മെസ്സേജ് ചിലപ്പോൾ എല്ലാവരിലും പെട്ടെന്ന് എത്തണമെന്നില്ല. ആൾക്കാർ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യണം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് എല്ലാവരും പെട്ടെന്ന് എത്തുകയും ചെയ്യും. എല്ലാവരും മോശമാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സിനിമ വഴി ഒരു നെഗറ്റീവ് മെസ്സേജ് ഒരിക്കലും ഞാൻ കൊടുക്കില്ല. പോസിറ്റീവ് മെസ്സേജ് കൊടുത്താലും ആൾക്കാർ എടുത്തോട്ടെ. പക്ഷെ നെഗറ്റീവായിട്ട് ആരെയും ഒരു വലിക്കാനോ കൊടുക്കാനോ ആക്കാനുള്ള പ്ലാൻ എന്തായാലും എനിക്കില്ല. അലിചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കും, എന്തായാലും എല്ലാ കാര്യത്തിനും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. പുള്ളി നമ്മുടെ കൂടെ ഫുൾ ടൈം നമുക്ക് വേണ്ട എന്താണോ അതിൽ തരും. പക്ഷെ ചോദിച്ച് വാങ്ങിക്കണം. വേറെ പുള്ളി അറിഞ്ഞു തരത്തില്ല. നമുക്ക് വേണ്ട കാര്യം നമ്മൾ എന്താണെന്ന് പുള്ളിയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. ചോദിച്ച് വാങ്ങിച്ച് പുള്ളിയുടെ അടുത്ത് പിടിച്ച് വാങ്ങിക്കണം. അതായത് പുള്ളിയുടെ കയ്യിലെല്ലാം ഉണ്ട്, അത് പിടിച്ച് വാങ്ങിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അതല്ലാതെ പുള്ളി നല്ലൊരു പ്രൊഡ്യൂസറാണ്, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഫാൻസ് അസോസിയേഷനെ കൊണ്ട് കുറേ നല്ല കാര്യങ്ങളുണ്ട്, അത് ശരിയാണ്. കാരണം
ഒരു ടീമായിട്ട്, അതിപ്പോൾ ഒരാളുടെ പേരിൽ ഒരു മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ അതുപോലെ സ്റ്റാറിൻ്റെ പേരിൽ ഒന്നിക്കുമ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ടാവും. ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കാളും ഒരു 100 പേര് കൂടുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വലുതാണ്. ആ കാര്യം വെച്ച് യൂസ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ചാരിറ്റി അല്ലെങ്കിൽ അവർ ഒരാവശ്യത്തിന് ഒന്നിക്കുന്നു, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഇങ്ങനെയുള്ള പോസിറ്റീവ് സൈഡിനേക്കാളും കൂടുതൽ നെഗറ്റീവ് സൈഡാണ് കൂടുതലും. ഒരു പണിയില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും, അവരിതിനു വേണ്ടി മാത്രമാണ് നിൽക്കുക, മറ്റുള്ളവരെ പോയി മോശം പറയാനും അവർക്കെതിരെ തിരിയാനും, അതായത് നെഗറ്റീവ് ചിന്തകൾ വിടാൻ വേണ്ടി മാത്രം ഒരു ടീമുണ്ട്. അങ്ങനെയുള്ള ഈ ഫാൻസ് അസോസിയേഷനിലുള്ള നെഗറ്റീവ്സിനെ ഒക്കെ എടുത്ത് മാറ്റേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു. കാരണം ഒരാളെ കുറിച്ച് മോശം, അതായത് ഇയാൾ ആരാധിക്കുന്ന ഒരു നടന് വേണ്ടിയിട്ട് ബാക്കി എല്ലാവരെയും മണ്ടന്മാരാണെന്ന് പറയുന്നതിലുള്ള അത് FBയിലൊക്കെ സ്ഥിരം കാണാം. മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പച്ചത്തറിയാണ്. എന്താണെന്ന് പോലും അറിയാതെ ഇവർ മമ്മൂട്ടി മോഹൻലാൽ ഭയങ്കര കൂട്ടുകാരാണെന്നും അവരൊരു പ്രശ്നമില്ലെന്ന് പോലും മനസ്സിലാക്കാതെ വെറുതെ കിടന്ന് ആടെയും. പക്ഷെ അവരോടൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നല്ലാതെ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു അവർ പണ്ട് നന്നായേനെ. കാരണം വീട്ടുകാരും അധ്യാപകരൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവരെ കാണുന്നത്. ഇനി അവർ നന്നാകാൻ സാധ്യതയില്ല, അവരവരെ വഴിക്ക് പോയിക്കോട്ടെ.